നമസ്കാരം, പെൻസിൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഈ ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ്, അതുകൊണ്ട് അതിനുവേണ്ട മരുന്നുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ മരുന്നുകളൊക്കെ ശേഖരിച്ചിട്ട് വരാം. ഇത് മുക്കുറ്റി, എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ഹെയർ ഓയിലിന് വേണ്ട ആദ്യത്തെ ചെടി. ഇത് കീഴാർനെല്ലി, നമ്മളെ ഹെയർ ഓയിലിന് ഉപയോഗിക്കുന്ന മറ്റൊരു ചെടിയാണ്. കൂടാതെ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾക്ക് നല്ലൊരു മരുന്നും കൂടിയാണ്. കൈതോന്നി, കഞ്ഞെണ്ണി എന്നൊക്കെ പറയും. നമ്മുടെ ഹെയർ ഓയിലിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു ചെടി കൂടിയാണിത്. നമ്മൾ ചെമ്പരത്തി പറിച്ചിട്ടുണ്ട്. മുടിക്ക് നല്ല കറുപ്പും കുളിർമയും തരുന്ന ഒരു മരുന്നാണ്. ഇത് പൂവാങ്കുറിഞ്ഞി. മരുന്നുകളും പറിച്ചെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കൈതോന്നി, കറ്റാർ വാഴ, ചെമ്പരത്തി. ചെമ്പരത്തി അധികം എടുക്കേണ്ട പൂവ്, കാരണം കുറച്ച് കൊഴുപ്പ് കൂടുതലുണ്ടാവും. തുളസി, കീഴാർനെല്ലി, മുക്കുറ്റി, കൈതോന്നി, മൈലാഞ്ചി, പിന്നെ കറിവേപ്പില. കറിവേപ്പില കൂടുതൽ എടുത്താൽ നല്ലതാണ്, മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. പക്ഷെ എനിക്കിപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചെടുത്തത്. നെല്ലിക്ക, നമ്മളിപ്പോൾ എടുത്തു വെച്ച പച്ചമരുന്നുകൾ കൂടാതെ ഏലാതി കൂടെ വേണം. അത് ആദ്യം ഇതൊക്കെ അരച്ച് പിഴിഞ്ഞ് ഇതിന്റെ നീരെടുത്ത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. അതിനുശേഷം അടുപ്പത്ത് വെക്കുമ്പോഴാണ് ഏലാതി ചേർക്കുക. ഇനി നമുക്ക് ഈ പച്ചമരുന്നുകളൊക്കെ അരച്ചെടുത്ത് അതിന്റെ നീരാക്കി മാറ്റാം. ശരിക്കും ഈ പച്ചമരുന്നുകളൊക്കെ ഉരല് ഇടിച്ച് പിഴിയാണ് വേണ്ടത്. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, മിക്സിയിൽ അടിച്ചെടുത്താലും മതി. എനിക്കിപ്പോൾ ഇവിടെ അമ്മിക്കല്ലുള്ളത് കൊണ്ട് ഞാൻ അതിലാണ് ചെയ്യുന്നത്. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം.
ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച പച്ചമരുന്നുകൾ ചാറാണ്, അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ എണ്ണയിലേക്ക് വേണ്ട പച്ചമരുന്നുകളാണ് എടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങൾ കൂടുതൽ എണ്ണ എടുക്കുകയാണെങ്കിൽ പച്ചമരുന്നുകളുടെ ക്വാണ്ടിറ്റിയും കൂട്ടണം. എണ്ണയും കൂടെ ഒഴിച്ച് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സാധനം കൂടെ ചേർക്കാൻ ബാക്കിയുണ്ട്, ഏലാദി. ഇത് നമ്മുടെ എണ്ണയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. 3ഉം കൂടെ നന്നായി മിക്സ് ചെയ്ത് നല്ല തീയിൽ തിളപ്പിച്ചെടുക്കാം കുറച്ച് സമയം. കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. പിന്നെ നമുക്ക് ചെറു തീയിൽ ഒരു 2 ദിവസം ഇതിൽ തന്നെ പാത്രത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം. പിന്നെ ഇത് ചെറു തീയിലാണ് എണ്ണയായിട്ട് വരേണ്ടത്, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടോടുകൂടി തന്നെ വറ്റി വരണം. അപ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഇട്ട് വെച്ച് എടുത്ത് വെക്കാം. ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇത് വീടുകളിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ എണ്ണ ഉണ്ടാക്കി നോക്കണം. ഇതിൽ കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഇത്രയേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പറ്റുകയാണെങ്കിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.